ഇറാനിൽ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 3400 കവിഞ്ഞു എന്ന കണക്കാണ് ഔദ്യോഗികമായി തന്നെ ഇറാൻ സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നതാകട്ടെ ഔദ്യോഗിക കണക്കുകൾ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി തന്നെ തയ്യാറാക്കിയതെന്നും മാത്രമല്ല മരണസംഖ്യ ഇതിലും കൂടുതലാണ് എന്നതാണ് അവർ ആരോപിക്കുന്നത്. ഇറാൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് സൂചിപ്പിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇറാനിലെ ആശുപത്രികളിൽ കറുത്ത ബാഗിൽ പൊതിഞ്ഞ നിലയിൽ മൃതശരീരങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുകൊണ്ട് ഇറാൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതും അവശ്യ സാധനങ്ങളുടെ വില താങ്ങാനാവുന്നതിലും അധികമായതുമാണ് ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായത്. പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമൈനിയുടെയും അദ്ദേഹത്തിനെതിരെ പുരോഹിത ഭരണത്തിനെതിരെയും വലിയ പ്രക്ഷോഭമായി തന്നെ വളർന്ന സമരത്തെ ഭരണകൂടം ക്രൂരമായി തന്നെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം 3 ആഴ്ചയോളമായി തന്നെ ഇറാന്റെ തെരുവുകളെ അവിടെ പിടിച്ചുലച്ച ബഹുജന പ്രക്ഷോഭം പതിയെ തണുക്കുന്നു എന്നതാണ് മറ്റൊരു സൂചനയായി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷങ്ങളോ കാര്യമായ അക്രമ സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.